ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബലാത്സംഗത്തിനിരയായ ജൂനിയർ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിൽ വിധി ഇന്ന്. ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരനായ സഞ്ജയ് റോയ് ആണ് പ്രതി. വിചാരണ ആരംഭിച്ച 66 ദിവസങ്ങൾക്ക് ശേഷമാണ് വിധി പറയുന്നത്. ER രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, ദേശീയ തലത്തിൽ തന്നെ അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ ചർച്ച ചെയ്യപ്പെട്ട നമുക്കെല്ലാം നാണക്കേടായി മാറിയ ഒരു സംഭവം ആയിരുന്നു അത്. അവിടെ ഏക പ്രതിയാണ് ഉള്ളത്. ആ പ്രതിക്ക് ഉള്ള ശിക്ഷ എന്ത് എന്നാണ് രാജ്യം തന്നെ ഉറ്റുനോക്കുന്നത്. എപ്പോഴേക്ക് വിധി പ്രസ്താവം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം? എന്താണ് വിവരങ്ങൾ? യെസ്, രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾ കൂടി ഉണ്ടായ മരണം ആയിരുന്നു. 31 വയസ്സ് മാത്രം പ്രായമുള്ള ജൂനിയർ ഡോക്ടർ. അവർ ജോലി ചെയ്ത് ക്ഷീണിച്ച് അതേ ആശുപത്രി കെട്ടിടത്തിൽ വിശ്രമിക്കുന്നതിനിടയിൽ ആണ് സുരക്ഷാ ജീവനക്കാരൻ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നത് എന്നുള്ളതാണ് കണ്ടെത്തൽ. ER തുടരാം. രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ച ആർജിക്കർ മെഡിക്കൽ കോളേജ് ബലാത്സംഗ കേസിലാണ് ഇന്ന് സിയാൽദ കോടതി വിധി പറയുന്നത്. 2 മണിക്കാണ് വിധി വരുന്നത്. കേസിലെ ഏക പ്രതി സിവിക് വളണ്ടിയറായ സഞ്ജയ് റോയ് ആണ്. കാരണം സഞ്ജയ് റോയിനെ സംഭവത്തിന് തൊട്ടടുത്ത ദിവസം തന്നെ അന്വേഷണ സംഘം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഏതായാലും ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് CBI ഈ കേസ് വാദിച്ചത്. ഒന്ന് DNA പരിശോധനാ ഫലം, ഒപ്പം തന്നെ ആന്തരികാവയവങ്ങളുടെ പരിശോധനാ ഫലം തുടങ്ങിയ നിരത്തിക്കൊണ്ടായിരുന്നു CBIയുടെ പ്രധാനപ്പെട്ട വാദം. ഒപ്പം സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് സഞ്ജയ് റോയുടെ മുടി അവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നു. ഇത് വലിയ തെളിവായി CBI വാദത്തിനിടെ ഉന്നയിച്ചിരുന്നു. ഒപ്പം തന്നെ മൽപ്പിടുത്തം അവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം സഞ്ജയ് റോയുടെ ശരീരത്തിൽ 5 ആഴത്തിലുള്ള മുറിവുണ്ടായിട്ടുണ്ട്. ഇതും CBI ഈ വാദത്തിനിടെ പ്രധാനമായും ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇത് കൂടാതെ ബ്ലൂടൂത്ത് അവിടെ നിന്ന് സഞ്ജയ് റോയുടെ കണ്ടെത്തിയെന്ന വാദം കൂടി CBI നിർത്തിയിരുന്നു. ഇത്തരത്തിൽ 66 ദിവസത്തെ വാദത്തിന് ശേഷമാണ് ഇപ്പോൾ കേസിൽ ഈ സംഭവം നടന്ന് 162 ദിവസം പിന്നിടുമ്പോൾ വിധി പറയാൻ സിയാൽദ കോടതി തയ്യാറാകുന്നത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബത്തിന് വലിയ പരാതികൾ ആദ്യം മുതലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ കേസ് അന്വേഷണത്തിൽ ആദ്യം നീതി ലഭിച്ചില്ല, പ്രത്യേകിച്ച് ശരിയായ ദിശയിലല്ല അന്വേഷണമെന്ന പരാതി കുടുംബം ആദ്യം മുതൽ ഉന്നയിച്ചിരുന്നു. മാത്രമല്ല ഈ ഘട്ടത്തിൽ പോലും കുടുംബം ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഈ കേസിലെ ഏക പ്രതി സഞ്ജയ് റോയ് മാത്രമല്ല. കാരണം സഞ്ജയ് റോയ്ക്ക് മാത്രമായി ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പസിനകത്ത് നിന്ന്, മെഡിക്കൽ കോളേജിനകത്ത് നിന്ന് മറ്റുള്ളവർക്ക് ഇതിന്റെ പങ്കുണ്ട് എന്ന വാദം കൂടി കുടുംബം ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും കുടുംബം ഈ ഘട്ടത്തിൽ പ്രതികരണം വന്നിട്ടുണ്ട്. വിധിക്കായി കാത്തിരിക്കുന്നു. ഏതറ്റം വരെയും പോവും, ആവശ്യമെങ്കിൽ സുപ്രീം കോടതിയിൽ പോകാനും തയ്യാറാണ് എന്ന പ്രതികരണമാണ് കുടുംബം ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. CBI ഏതായാലും ഈ വാദത്തിനിടെ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം, അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ്, അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ എന്നൊരു വാദത്തിലേക്ക് CBI എത്തിച്ചേരുകയും ചെയ്തിരുന്നു. ഏതായാലും സഞ്ജയ് റോയുടെ അഭിഭാഷകൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം, സഞ്ജയ് റോയ് ഇതിൽ നിരപരാധിയാണ്, മറിച്ച് CBI സഞ്ജയ് റോയെ കരുവാക്കുകയായിരുന്നെന്ന വാദമാണ് അവർ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും രാഷ്ട്രീയമായും വലിയ ചർച്ചകൾക്ക് ഇത് വഴിവെച്ചിരുന്നു. കാരണം തൃണമൂൽ കോൺഗ്രസ്, ഒരുപക്ഷെ മമതാ ബാനർജി ബംഗാളിൽ അധികാരത്തിൽ വന്ന ശേഷം രാഷ്ട്രീയമായി വലിയ പ്രതിരോധത്തിലായ സംഭവം ആർജിക്കർ സംഭവമാവും. കാരണം ഡോക്ടർമാരുടെ, അത് ആർജിക്കർ മെഡിക്കൽ കോളേജിൽ മാത്രമല്ല സംസ്ഥാനത്തെ മുഴുവൻ ഡോക്ടർമാരും പണിമുടക്കുന്ന സാഹചര്യത്തിലേക്ക് ബംഗാൾ പോയി. അങ്ങനെ മുഖ്യമന്ത്രിക്ക് തന്നെ സമരക്കാരുമായി അടുത്ത് വന്ന് ചർച്ച നടത്തേണ്ട സാഹചര്യത്തിലേക്ക് എത്തി. ഒപ്പം ബംഗാളിലെയും രാജ്യത്തെയും ഡോക്ടർമാരുടെ സുരക്ഷ സംബന്ധിച്ച പുതിയ ചർച്ചകൾക്കും അത് വഴിവെക്കുകയും സുപ്രീം കോടതി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ബംഗാളിലെ ആശുപത്രികളിൽ ഏതാണ്ട് 7000-ലധികം, വിവിധ ആശുപത്രികളായി 7000-ലധികം CCTV ക്യാമറകൾ, ഒപ്പം തന്നെ ഡോക്ടർമാർക്ക് വിശ്രമമുറികൾ, അങ്ങനെ ചില മാർഗനിർദ്ദേശങ്ങൾ സുപ്രീം കോടതിയുടെ അടിസ്ഥാനത്തിൽ നടപ്പാക്കാൻ ബംഗാൾ സർക്കാർ തയ്യാറാവുകയും ചെയ്തത്. ഏതായാലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചൊരു കേസിന്റെ വിധിയാണ് ഏതായാലും 2 മണിക്ക് സിയാൽദ കോടതി പുറപ്പെടുവിക്കാൻ പോകുന്നത്. രാഷ്ട്രീയമായും ഒക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു. രാജ്യവ്യാപകമായി തന്നെ ഡൽഹിയിലെ നിർഭയയുടെ കൊലപാതകത്തിന് ശേഷം രാജ്യവ്യാപകമായി വലിയ തോതിൽ പ്രതിഷേധങ്ങൾ ഉയർന്ന കൊലപാതകത്തിൽ ആണ്, ബലാത്സംഗ കൊലയിൽ ആണ് കോടതി വിധി പറയാൻ പോകുന്നത്.